നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിലെ ചാമ്പ്യന്മാർ ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമായി. അൽ ഹിലാൽ ഇത്തവണത്തെ കിരീടം സ്വന്തമാക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് എത്തിയതിനു ശേഷം അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. പോയ സീസണിൽ ക്രിസ്ത്യാനോ പകുതി മാത്രമേ കളിച്ചുള്ളൂ. ആ കിരീടം ലഭിച്ചില്ല. ഇത്തവണ ഫുൾ സീസൺ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷേ സൗദി പ്രോ ലീഗിലെ കിരീടത്തിനായുള്ള ക്രിസ്ത്യാനോയുടെ കാത്തിരിപ്പ് നീളുകയാണ്. ഇത്തവണ അൽ ഹിലാൽ കിരീടം ചൂടുന്നു. ഏതായാലും അൽ ഹിലാലിന്റെ അടുത്ത മത്സരം 17-ാം തീയതി അലവാൽ പാർക്കില് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിനെതിരെയാണ്. അന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകുമോ? സാധാരണ ചാമ്പ്യന്മാർക്ക് തൊട്ടടുത്ത മത്സരത്തിൽ എതിരാളികൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാറുണ്ട്. അത് നൽകാൻ അൽ ഹിലാൽ തയ്യാറാവുമോ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്നത്. രണ്ട് ടീമുകളും തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അൽ ഹസമിനെതിരെ ഇന്നലെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അൽ ഹിലാലിന് സമനില മതിയായിരുന്നു കിരീടത്തിലേക്ക് പോകാൻ. പക്ഷെ അങ്ങനെ സമനില കൊണ്ട് തൃപ്തിപ്പെടാതെ തകർപ്പൻ വിജയം 4-1 തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയാണ് അവർ കിരീടം ചൂടിയിരിക്കുന്നത്. പ്രോ ലീഗിൽ ഈ സീസണില് ഇതുവരെ ഒരു കളിയും തോൽക്കാതെയാണ് അൽ ഹിലാൽ കിരീടത്തിലേക്ക് പോയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 31 കളികളിൽ നിന്ന് 29 വിജയങ്ങളും 2 സമനിലകളുമായിട്ട് അവർക്ക് 89 പോയിന്റ്. അതേസമയം 31 കളികളിൽ നിന്ന് 77 പോയിന്റ് അൽ നസറിന് ഇപ്പോഴുള്ളൂ. അൽ ഹിലാലിന് വേണ്ടി ഈ കളിയിലും മിട്രോവിച്ച് ഇരട്ട ഗോളുകൾ നേടുകയും ഈ സീസണിൽ ഉടനീളം അദ്ദേഹം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ ഗോളടി മേളം തുടരുകയാണ്. മിട്രോവിച്ചിനെ കൂടാതെ മിലങ്കോവിച്ച് സേവിച്ചാണ് ഒരു ഗോള് കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോള് അൽ ഹസം താരം ജുവൈദിന്റെ ഓൺ ഗോളായിരുന്നു. അൽ ഹസമിന്റെ ആശ്വാസ ഗോൾ സെലമാനിയുടെ വകയായിരുന്നു. അൽ ഹിലാലിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ 15-ാമത്തെ മിനിറ്റിൽ തന്നെ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് മിട്രോവിച്ച് തന്റെ ടീമിന് ലീഡ് നേടിക്കൊടുത്തിരുന്നു. പക്ഷെ 34-ാമത്തെ മിനിറ്റിൽ സെലമാനിയിലൂടെ അൽ ഹസം ആ ഗോൾ മടക്കിയടിച്ചു. പിന്നെ 39-ാമത്തെ മിനിറ്റിൽ ജുവൈദിന്റെ ഓൺ ഗോൾ വന്നതോടുകൂടി അൽ ഹിലാൽ ലീഡിലേക്ക് കടന്നുപോയി. അതിനുശേഷം ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് മിട്രോവിച്ചും മിലങ്കോവിച്ച് സേവിച്ചും ഗോൾ അടിച്ചതോടുകൂടി 4-1 തകർപ്പൻ വിജയത്തിലേക്ക് അൽ ഹിലാൽ പോവുകയായിരുന്നു. എന്തായാലും സൗദി പ്രോ ലീഗിലെ ചാമ്പ്യന്മാർ അൽ ഹിലാലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ